അമ്മേ, അമ്മ മോളെ ഭാനുവിനെ കണ്ടോ? ഇല്ലമ്മേ. ഭാനു ജയേഷിനെ വിളിച്ചു എന്ന് പറഞ്ഞു. ഭരത് വിളിച്ചായിരുന്നോ? ഇല്ല ഏട്ടാ. എനിക്കൊരു മൂത്ത സന്തതി ഉണ്ടല്ലോ, അവനും തഴഞ്ഞിട്ടേക്കല്ലേ അമ്മേ. ഞങ്ങളിപ്പോ സേതുവേട്ടനെയും ആയിച്ചും കണ്ടിട്ടാ വരുന്നത്. ഭാനുവിനെ കാണാത്ത കാര്യം സേതുവേട്ടനോട് പറഞ്ഞമ്മേ. പക്ഷെ ആള് നല്ല കണ്ടീഷനിലല്ല. അമ്മ ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ദേഷ്യവും സങ്കടവും മദ്യത്തോടാ തീർക്കുന്നത്. ഇവിടെയാണെങ്കിലല്ലേ ചോദിക്കാനും പറയാനും ഒക്കെ ആളുള്ളൂ. എല്ലാരും പോട്ടെന്നേ, പോട്ടെ. ഇങ്ങനെ ഒറ്റപ്പെടാനായിരിക്കും എന്റെ വിധി. അങ്ങനെയൊന്നും ആന്റി ചിന്തിക്കണ്ട. ഇതൊക്കെ ഓരോരോ പരീക്ഷണങ്ങളാ. ഇതിലും വലിയ പരീക്ഷണങ്ങൾ നമ്മൾ അതിജീവിച്ചില്ലേ? അതുപോലെ ഇതും നമ്മൾ അതിജീവിക്കും. ഭരത്, ആ ഭരത്തെ. ആ ഏട്ടാ, ഭാനുവിന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട്, സിഗ്നൽ കിട്ടി. ആണോ? ആ അതേട്ടാ. ഭാനു ഇപ്പൊ വേറൊരു വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ അതിന്റെ പുറകെ തന്നെയുണ്ട്. ഇനി കൈവിടാതെ നോക്കണം ഭരത്തെ. എവിടെയാണെന്ന് പറഞ്ഞാ ഞാനും വരാം. ഇപ്പൊ വരണ്ടേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ വിളിച്ചോളാം. ആ ശരി ഭരത്തെ. ആ ഓക്കെ ഏട്ടാ. ദേ പെട്ടെന്നോട്. എന്താ മോനെ? സൂര്യ, ഭാനുവിന്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അവളൊരു വാഹനത്തില്. ഭരത് പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈശ്വര, എന്റെ മോളെ എന്റെ ഭരത്തിന്റെ കണ്ണിൽ കാണിച്ചു കൊടുക്കണേ. അവൾക്കൊരാപത്തം വരില്ലമ്മേ.